സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല ബഹുമാനത്തോടെ വർത്തിക്കേണ്ട സമയവും അതാണ്. ഏറ്റവും വലിയ ബഹുമാനം അവരോട് നൽകേണ്ടത് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞില്ലേ? സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ബഹുമാനം കൊടുക്കണേ. ഏറ്റവും കൂടുതൽ പ്രായാധിക്യത്തിൽ സംസാരത്തിലാണ്, വെറുപ്പുണ്ടാക്കരുത്. പ്രായാധിക്യത്തിൽ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധ വേണം. ചിലപ്പോഴൊക്കെ അവർ കാണുമ്പോ അവർക്ക് ദഹിക്കാത്ത വിഷയങ്ങളാണെന്ന് കരുതിയിട്ട് പലതും എണ്ണി എണ്ണി പറഞ്ഞേക്കും. നമ്മളെ പ്രായത്തിന്റെ കുറവ് കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് വഖുല്ലഹുമാ ഖൗലൻ കരീമാ. അവരെ വിരട്ടി ഓടിക്കരുത്, വിഷമിപ്പിക്കരുത്. മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കാൻ പറയരുത്. ഞാൻ നിർദ്ദേശിക്കും പോലെ ഇവിടെ താമസിക്കണമെന്ന നിർദ്ദേശം പറയരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. ബഹുമാനത്തോടെയുള്ള, മാന്യതയോടുള്ള വർത്തമാനം പറയണം. എത്ര സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും പ്രായം കൂടിയവരല്ലേ എന്ന നിലക്കൊരു വലിയ പരിഗണനയും ക്ഷമയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോഴാണ് ആ വലിയ ബറക്കത്ത് ലഭിക്കുക. ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഭർത്താവിനോട്, പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അവിടെ താമസിക്കും. എന്താ പ്രശ്നം? ഒന്നുമല്ല, എന്റെ കുട്ടിയൊന്ന് അങ്ങോട്ട്. ഓ, എന്റെ കുട്ടി എന്ന് പറഞ്ഞത് ഈ ഉമ്മാന്റെ പേരെ കുട്ടി തന്നെയല്ലേ? ഒന്ന് അങ്ങോട്ട് പോയപ്പോഴേക്ക് അവിടെ ഒരു ചെറിയ ക്ലാസ് എടുത്ത് പൊട്ടിച്ചപ്പോഴേക്ക് ഉമ്മ വാക്ക് പറയാൻ തുടങ്ങി. ആ കുട്ടി ഇപ്പുറത്തേക്കൊന്ന് പിന്നെയും വാക്ക് പറയാൻ തുടങ്ങി. അപ്പൊ ഈ ഭർത്താവ്, കേൾക്കുന്ന ഭർത്താവ് ആ പെണ്ണിനെ നല്ലോണം ഉപദേശിക്കണം. അങ്ങനെ ഉമ്മ പറഞ്ഞോ, എന്നാ ഉമ്മ അവിടെ വന്നോട്ടൊരു കാര്യം ചെയ്യ്, നീ ഒരു വാഹനം വിളിച്ച് പതുക്കെ നിന്റെ വീട്ടിലേക്ക് വെക്കോ. അങ്ങനല്ല പറയേണ്ടത്. ക്ഷമിക്കാനും പൊറുക്കാനും സഹകരിക്കാനുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ഇതുപോലെ ഒരു ഉമ്മ അപ്പുറത്ത് നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. ആ ഉമ്മാക്കും സ്വസ്ഥത വേണ്ടേ? കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ ഉമ്മയെപ്പോലെ പ്രായമുള്ളൊരു ഉമ്മയായിട്ട്, ഉമ്മാമയായിട്ട് നീയും വരും. ഈ ഉമ്മയോട് നീ എങ്ങനെയാണോ സ്നേഹത്തോടെ വർത്തിക്കുന്നത്, പെരുമാറുന്നത്, അതിനേക്കാളും നല്ല സ്നേഹം നിനക്ക് കിട്ടണമെന്ന് ഇപ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടാകും പ്രായം കൂടുതലാകുമ്പോൾ. പക്ഷെ അന്ന് ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടണമെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഗുണം ചെയ്യണം. അതാണല്ലോ അതിന്റെ മാർഗം. നമ്മളെ മക്കൾ നമ്മളെ ബഹുമാനിക്കാനും ഗുണം ചെയ്യാനുള്ള മാർഗം എന്താ? ബിർറു ആബാഅക്കും തബിർറുക്കും